ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്രോച്ചറ്റ് ഫ്ലവർ ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന റെഡ് കളർ യാണും ബണ്ണുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് മാജിക് റിംഗ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ചെയിൻ ഇടാം. ഇനി ഈ റിങ്ങിൽ 16 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2 3 4 5 6 7 ഇതേപോലെ തന്നെ നമുക്ക് 16 എണ്ണം ചെയ്തെടുക്കാം. 16 ഡബിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നമുക്ക് 5 ചെയിൻ ഇടാം. 1 2 3 4 5. ഇനി 1 സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡിൽ സിംഗിൾ ക്രോഷ ചെയ്യുക. ഇനി നമുക്ക് 2 ചെയിൻ ഇടാം. 1 2. നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് ഡബിൾ ക്രോഷ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് 12 എണ്ണം ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി നമുക്ക് തിരിച്ചു പിടിക്കുക. അതിൽ സെൻറ്ററിലോട്ട് പോയിട്ട് സിംഗിൾ ക്രോഷ ചെയ്യുക. ഇനി നമുക്ക് 5 ചെയിൻ ഇടാം. 1 2 3 4 5. ഇനി നമുക്ക് 1 സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡിൽ സിംഗിൾ ക്രോഷ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. ഇനി നമുക്ക് തിരിച്ച് പിടിക്കാം. എന്നിട്ട് ഡബിൾ ക്രോഷ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി നമുക്ക് തിരിച്ച് പിടിക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് പോവുക. എന്നിട്ട് സിംഗിൾ ക്രോഷ ചെയ്യുക. ഇനി നമുക്ക് 5 ചെയിൻ ഇടാം. 1 2 3 4 5. ഇനി നമുക്ക് 1 സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡിൽ സിംഗിൾ ക്രോഷ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. തിരിച്ച് പിടിച്ചിട്ട് 12 ഡബിൾ ക്രോഷ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി നമുക്ക് തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ചിട്ട്
അതിൻ്റെ സെൻറ്ററിലോട്ട് പോവുക. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നമുക്ക് 5 ചെയിൻ ഇടാം. അപ്പോൾ നമ്മൾ 5 ചെയിൻ ഇട്ടു. ഇനി 1 സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് 2 ചെയിൻ ഇട്ടിട്ട് കറക്കിയിട്ട് 12 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് അതേപോലെ തന്നെ 8 പെറ്റൽസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 8 പെറ്റൽസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമ്മുടെ യാൺ അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി യാൺ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മാജിക് റിംഗ് ഉണ്ടാക്കുക. ഇനി നമുക്ക് 2 ചെയിൻ ഇടാം. എന്നിട്ട് ഡബിൾ ക്രോഷ്യ 8 ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കുക. വൺ 2 3 4 5 6 7 8. ഇനി നമുക്ക് ബണ്ണ് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇറക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് 8 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് വലിച്ച് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇതേപോലെ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഒരു ചെയിനും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ യാൺ ബണ്ണയിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ബണ്ണയിലോട്ട് അറ്റാച്ച് ആക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ആണെങ്കിലും ഇത് വെച്ച് അറ്റാച്ച് ആക്കാം, അല്ലെങ്കിൽ യാൺ വെച്ച്. നമ്മളിവിടെ യാൺ വെച്ചാണ് അറ്റാച്ച് ആക്കുന്നത്. അപ്പം നമുക്ക് ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മുത്തും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടും ഇരിക്കും. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഇതേപോലെ തന്നെ യെല്ലോ കളർ ഫ്ലവറും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.